നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള യുഗം അത് ഏകദേശം അവസാനിക്കാറായി എന്നാണ് ചില മാധ്യമങ്ങൾ പറയാതെ പറയുന്നത്. കാറ്റ് മാറി വീശാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. മോദി അവകാശപ്പെടുന്നത് 400 സീറ്റ് ലഭിച്ച് അധികാരത്തിൽ വരുമെന്ന് മോദി പറയുന്നുണ്ടെങ്കിലും മോദിയുടെ മുഖത്ത് ആ ഭയം, മോദിയുടെ മാത്രമല്ല നമ്മുടെ അമിത്ഷായുടെ മുഖത്തും ആ ഒരു ഭയം വളരെ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലയിടങ്ങളിലും മതവിദ്വേഷം തുളുമ്പുന്ന പ്രസംഗങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയോധ്യയ്ക്ക് പൂട്ടിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അയോധ്യയ്ക്ക് പൂട്ടിടും. എന്തിനാണ് ഇങ്ങനെ മതവിദ്വേഷം തുളുമ്പുന്ന കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നത്? ഈ BJPയുടെ മെയിൻ അജണ്ടയാണല്ലോ മതം പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു അവസാനത്തെ അടവായിട്ട് വേണം കാണാനായിട്ട്. ഇതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ, മുസ്ലിമുകൾക്കെതിരെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിനെതിരെ ഒന്നും നടപടിയെടുക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണാവും? അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോക്കറ്റിലാണ് ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രസംഗത്തിനെതിരെ അല്ല ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കെതിരെ ഒന്നും ഒരു നടപടിയും ഉണ്ടാവില്ല. പേരിന് വേണമെങ്കിൽ ഒരു നോട്ടീസ് അയക്കും, അത്ര തന്നെ, അല്ലാതെ ഒരു നടപടി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഗുജറാത്തിൽ വോട്ടിംഗ് ആയിരുന്നു. ശ്രീ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അമിത്ഷായും ഇന്നലെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. അത് രേഖപ്പെടുത്താൻ വന്നതോ വലിയൊരു ജനാവലിയോടുകൂടിയാണ് ശ്രീ നരേന്ദ്രമോദി അതേപോലെ തന്നെ അമിത്ഷായും വന്നത്. അപ്പോൾ അതിനെതിരെ ഒന്നും ആരും ഇലക്ഷൻ കമ്മീഷനോ ആരും ഒരു നടപടി എടുത്തു കണ്ടില്ല. മൈക്ക് ഉപയോഗിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒരു ഭയമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏകദേശം 64% പോളിംഗ് രേഖപ്പെടുത്തിയ സ്ഥലത്ത് ഈ പ്രാവശ്യം വെറും രേഖപ്പെടുത്തിയിരിക്കുന്നത് 55-56% മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മോദിക്ക് ആ ഒരു ഭയം ഉള്ളിലുണ്ട്. മോദി പ്രധാനമന്ത്രിയായിട്ടുള്ള അവസാന നാളുകളാണോ ഈ കടന്നു പോകുന്നത് എന്നുള്ളത് മോദിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പുള്ളി ഇടയ്ക്ക് കാച്ചുന്നത്. എന്തായാലും കണ്ടറിയാം ഇവനീ വരും ദിവസങ്ങളിൽ എന്താകുമെന്നുള്ളത്. മോദിയാണോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഏതെങ്കിലും ഒരു വ്യക്തിയാണോ പ്രധാനമന്ത്രി ആവുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.